ശബരിമലയിലേക്ക് മിൽമയുടെ വ്യാജ നെയ്യ് എത്തിച്ചതിൽ മിൽമ ജീവനക്കാരെ ദേവസ്വം ഉദ്യോഗസ്ഥർ സഹായിച്ചതായി കണ്ടെത്തൽ. ദേവസ്വം ബോർഡിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പദവി വഹിച്ചയാൾ ഇടനിലക്കാരനായത് ദേവസ്വം വിജിലൻസിന്റെ പ്രാഥമിക റിപ്പോർട്ടിലാണ്. ക്രമക്കേട് അക്കമിട്ട് നിരത്തുന്നത് ശ്യാമപ്രസാദ് ഉണ്ട്. വാർത്തയിലെ കൂടുതൽ വിവരങ്ങളുമായി ശ്യാമ പറയൂ. അതായത് വ്യാപകമായ ഒരു ക്രമക്കേട് ഈ വിഷയത്തിൽ നടത്തിയിട്ടുണ്ട്. ഇതിൽ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ അടക്കം സഹായം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണോ വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്? രാഖി, ശബരിമലയിലെ വ്യാജ നെയ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ദേവസ്വം വിജിലൻസിൻ്റെ ക്രമക്കേടിലാണ് ഈ അക്കമിട്ട് കാര്യങ്ങൾ നിരത്തിയിരിക്കുകയും ചെയ്യുന്നത്. പ്രധാനമായും മിൽമ ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ മിൽമയുടെ ജീവനക്കാരെ ദേവസ്വം ബോർഡിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ കൈ അയച്ച് സഹായിച്ചു. ആ സഹായിച്ചതിൻ്റെ വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരികയും ചെയ്യുന്നത്. അതായത് ഗുണനിലവാരമുള്ള നെയ്യ് മിൽമ എത്തിച്ചപ്പോൾ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് എത്തിച്ചത് ഗുണനിലവാരം കുറഞ്ഞ നെയ്യാണെന്ന് കൂടിയാണ് ദേവസ്വം വിജിലൻസിൻ്റെ കണ്ടെത്തലുള്ളത്. ഇത് പ്രധാനമായും ബാച്ച് നമ്പറിലടക്കം വ്യത്യാസം വരുത്തിക്കൊണ്ട് തന്നെയാണ് സന്നിധാനത്തേക്ക് ഗുണനിലവാരം കുറഞ്ഞ നെയ്യ് എത്തിയെന്ന് കൂടിയാണ് ദേവസ്വം വിജിലൻസിൻ്റെ കണ്ടെത്തലുകളിലുള്ളത്. എന്തായാലും നിലവിൽ ഈയൊരു സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ മിൽമയ്ക്കെതിരെ ഭരണസമിതി അടക്കമുള്ള കാര്യങ്ങൾ തിരുവനന്തപുരം പത്തനംതിട്ട യൂണിയൻ്റെ ഭരണസമിതിക്കെല്ലാം തന്നെ നടപടികൾ നീങ്ങിയിരുന്നു. ഈ നടപടികളുടെ എല്ലാം പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈയൊരു ദേവസ്വം വിജിലൻസിൻ്റെ കണ്ടെത്തൽ കൂടി പുറത്തു വരുന്നതെന്നും ശ്രദ്ധേയമാണ്. എന്തായാലും ഇക്കാര്യത്തിൽ തുടർ നടപടികൾക്കായി ദേവസ്വം ബോർഡ് നീങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ദേവസ്വം ബോർഡിലെ ഒരു ഉദ്യോഗസ്ഥനാണ് ഇതിൽ ഇടനിലക്കാരനായി നിന്ന് പ്രവർത്തിച്ചതെന്നുകൂടി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തെളിവുകൾ കൂടി സ്ഥിരീകരിക്കുന്ന ചില റിപ്പോർട്ടുകൾ കൂടിയുണ്ട്. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അല്പസമയം മുമ്പേ ദേവസ്വം സെക്രട്ടറി ഇക്കാര്യത്തിൽ ദേവസ്വം വിജിലൻസ് എസ്.പിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച രേഖകളെല്ലാം തന്നെ ഹാജരാക്കാനായിട്ടുള്ള നിർദ്ദേശവും ഇപ്പോൾ തന്നെ കൈമാറിയിട്ടുണ്ട്. എന്തായാലും ശബരിമലയിലെ വ്യാജ നെയ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ശരി, ശ്യാമപ്രസാദാണ് തലസ്ഥാനത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.